എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. ഈ ക്രിസ്തുമസ് കാലയളവിൽ നമ്മൾ വീടുകളിലൊക്കെ ഇലുമിനേഷൻ ബൾബുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഈ ഇലുമിനേഷൻ ബൾബുകളെ കൂടുതലും LED സീരിയൽ ബൾബും പാരലൽ ബൾബും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് LED പാരലൽ ബൾബ് അല്ലെങ്കിൽ സീരിയൽ ബൾബ് എങ്ങനെ ഫ്ലാഷ് ഡിമ്മറായിട്ട് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സർക്യൂട്ടാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഹൈ പവർ ആയിട്ടുള്ള DC-യിൽ പ്രവർത്തിക്കുന്ന LED പാരലൽ ലൈറ്റുകളാണ് ഇത്. ഇപ്പോൾ ഇവിടെ 4 കളറുകളാണ് ഉള്ളത്: ഗ്രീൻ, ബ്ലൂ, യെല്ലോ, റെഡ്. ഹൈ ബ്രൈറ്റ് ആയതുകൊണ്ട് ഇത് ക്യാമറയിൽ കാണാനായിട്ട് വളരെ ലൈറ്റായിട്ടേ തോന്നുള്ളെങ്കിലും ഇത് നേരിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാവുന്നതാണ്. പല ജ്വല്ലറികളിലെയും അല്ലെങ്കിൽ ഇപ്പോൾ അട്രാക്ഷന് വേണ്ടി കടകളിലൊക്കെ ഇടുന്ന ഒരു ലൈറ്റാണിത്. പൊതുവെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ വീടുകളിലേക്ക് ഇടാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഇതിന് നിസ്സാര ചിലവേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് അല്ലാത്ത 12 വോൾട്ട് DC-യിൽ പ്രവർത്തിക്കുന്ന പാരലൽ LED ബൾബിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു LED-കളാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ക്യാബിനറ്റിലാക്കി ഇതിൽ ഇവിടെ ഒരു പവർ സ്വിച്ച്, ഒരു പവർ ഇൻഡിക്കേറ്ററും പിന്നെ ഇവിടെ ഒരു സ്പീഡ് കൺട്രോളറുമാണ് വെച്ചിരിക്കുന്നത്. ഈ LED ഫ്ലാഷ് ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ LED-യുടെ സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ഇത് ഫ്ലാഷ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ആ ഇൻ്റർവെല് വളരെയധികം അടുത്തടുത്ത് വരുന്നു. നമുക്കിതൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ഈ പൊട്ടൻഷ്യൽ മീറ്റർ തിരിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് കണ്ണിന് ഇറിറ്റേഷൻ വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും അത് കുറക്കുകയാണ്. അപ്പോൾ ഈ സർക്യൂട്ട് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഈ ഫ്ലാഷ് ഡിമ്മർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു കോമൺ ക്യാബിനറ്റാണ്. ഈ ഒരു ചെറിയ ക്യാബിനറ്റിലാണ് നമ്മൾ കൂടുതലും പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ PCBയിൽ നമ്മൾ ചെറിയൊരു സർക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അതേപോലെ ഇത് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 12012 3 ആംപിയറിൻ്റെ പവർ ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു മെയിൻസ് കേബിൾ ഉണ്ട്, ഒരു ഫീസ് ഉണ്ട്, ഒരു പവർ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഒരു പവർ ഓൺ സ്വിച്ച് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ മീറ്റർ ഉണ്ട്. കൂടാതെ ഔട്ട് എടുക്കുവാനായിട്ട് നമ്മളിവിടെ ഒരു DC സോക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകുവശവും കാണാം. ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ഒരു പവർ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഇതിലൊരു ഫിൽട്ടർ കപ്പാസിറ്ററും ഡയോഡൊക്കെ ഇട്ട് DC ആക്കി. ആ DC ആണ് നമ്മൾ ഇതിലോട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സർക്യൂട്ട് സിമ്പിളായിട്ടൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലോ ഉപകാരപ്രദമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായിട്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് സാധനങ്ങളാണിത്, നമുക്കിതൊന്ന് പരിചയപ്പെടാം. ഇതിന് വേണ്ട പ്രധാന ഒരു ഐറ്റമാണിത്. റിലേ സ്വിച്ചാണ് ഇത്. 20 ആംപിയർ 28 വോൾട്ട് DC-യിൽ വർക്ക് ചെയ്യുന്ന ഒരു റിലേ ആണ്. അതേപോലെ തന്നെ 10 ആംപിയർ 220 വോൾട്ട് AC-യിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ കോയിൽ 12 വോൾട്ടാണ്. ഇതിൻ്റെ പിൻഭാഗത്തെ 5 ലെഗുകളാണ് ഉള്ളത്. ഈ അറ്റത്ത് കാണുന്ന, അതായത് ഈ 3 ലെഗിൻ്റെ അടുത്ത് കാണുന്ന ഈ 2 അരികത്ത് കാണുന്നതാണ് കോയിൽ. സെൻറ്റർ കാണുന്നത് കോമൺ. ഈ അറ്റത്ത് കാണുന്നത് നോർമലി ഓപ്പൺഡ്, ഇപ്പുറത്ത് കാണുന്നത് നോർമലി ക്ലോസ്ഡ്. അപ്പോൾ ഈ ഒരു റിലേയാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. അതുപോലെയുള്ള സെയിം റിലേ തന്നെയാണ് ഒമറോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് വലിപ്പം കുറഞ്ഞ ചെറിയൊരു റിലേയും കൂടി ഉണ്ട്. അപ്പോൾ ഈ റിലേ ചെറിയ റിലേ ആയതുകൊണ്ട് 10 ആംപിയർ ആണ് 250 വോൾട്ട്, 7 ആംപിയർ ആണ് DC-യിൽ കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ചെറിയ റിലേയിൽ ഇത് പ്രവർത്തിക്കുന്നതല്ല, കാരണം ഇത് ഫാസ്റ്റ് ട്രിഗറിന് പറ്റിയതല്ല. ഈ ഒരു 10 ആംപിയർ 220 വോൾട്ട്, അതേപോലെ 20 ആംപിയർ 20 വോൾട്ട് DC, 12 വോൾട്ട് കോയിൽ, ഇത്രയുമാണ് നമുക്ക് ഈ റിലേ വേണ്ടത്. ഇനി ഇതിൻ്റെ കണക്ഷനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ കാണിക്കുന്നതാണ്, എന്നിരുന്നാലും പറയുകയാണ്. ഇതിൻ്റെ കോയിൽ എന്ന് പറയുന്ന 2 ഭാഗത്താണിത്. ഈ 2 അറ്റത്ത് വരുന്നത് സെൻട്രലിലാണ് കോമൺ. അപ്പോൾ ഈ കോമൺ ആണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. കോമണും അടുത്ത് കാണുന്ന കോയിലിൻ്റെ കണക്ഷനും കൂടി പാരലൽ ചെയ്തിട്ട്, അതുപോലെ ഹെവി ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് ചെയ്യേണ്ടത്. അതിൽ നിന്നും 1000 MFD കപ്പാസിറ്റർ
എടുത്തിട്ട് പോസിറ്റീവ് ഇവിടെ കൊടുക്കുക, നെഗറ്റീവ് അതിന്റെ തൊട്ടടുത്ത, അതായത് കോയിലിലോട്ടുള്ള അടുത്ത ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ കോയിലിൽ ഒരു ഭാഗത്ത് പോസിറ്റീവും ഒരു ഭാഗത്ത് നെഗറ്റീവും വന്നിട്ടുണ്ട്. ഇനി ഈ റിലേയുടെ ഈ നെഗറ്റീവിൽ നിന്നും 150 ഓംസ് 2 വാട്ട് റെസിസ്റ്റർ എടുത്തിട്ട് നോർമലി ഓപ്പൺ, അതായത് NOയിലോട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പോസിറ്റീവിൽ നിന്ന് ഒരു 4700 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ എടുത്ത് പോസിറ്റീവ് കണക്ട് ചെയ്ത് നെഗറ്റീവ് പ്രീസെറ്റിന്റെ ഈ കാണുന്ന ഒരെണ്ണത്തിൽ കണക്ട് ചെയ്താൽ മതി. ഞാനിവിടെ രണ്ടെണ്ണത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീസെറ്റിന്റെ ലെഫ്റ്റും റൈറ്റും സെന്റർ വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഈ സെന്ററിൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഈ നെഗറ്റീവിലോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ സർക്യൂട്ട്. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്കൊന്ന് നോക്കാം. ഇത് 1000 MFD ആണ്, 25 വോൾട്ട്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് നമ്മൾ ആദ്യം പറഞ്ഞു. ഐറ്റംസ് 4700 25 വോൾട്ടിന്റെ കപ്പാസിറ്റർ ഒരെണ്ണം, അതേപോലെ റിലേ 10 ആംപിയർ 20 ആംപിയർ, അതുപോലെ തന്നെ 1000 MFD 25 വോൾട്ട് കപ്പാസിറ്റർ, 150 ഓംസ് 2 വാട്ട് റെസിസ്റ്റർ, അതേപോലെ 10K പ്രീസെറ്റ്. ഇപ്പോൾ ഈ 10K പ്രീസെറ്റ് ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നതിൽ ഇതേപോലെ 103 എന്നുള്ളൊരു അക്കമായിരിക്കും. ആ 103 എന്ന് പറഞ്ഞാൽ 10K ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പൊട്ടൻഷ്യൽ മീറ്റർ അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്ററായ കൺട്രോളുകൾ വെക്കാം. അപ്പോൾ ഇത് 10K കൺട്രോളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇത് ഉണ്ടാക്കുവാനായിട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് ഉണ്ടാക്കുവാനായിട്ട് ചെയ്യുന്നത്. അതേപോലെ ഇത് സ്ട്രെങ്ത് കൂട്ടുവാനുള്ള കമ്പിയാണ്. സെയിം ഐറ്റം കൊണ്ടാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഫ്ലാഷ് യൂണിറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഫ്ലാഷ് യൂണിറ്റിന്റെ കണക്ഷനുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് പോസിറ്റീവാണ്. ഇപ്പോൾ ഇതിൽ പോസിറ്റീവും ഇതിന്റെ ഔട്ടായ NOയിലുമാണ് ഒരു കണക്ഷൻ കൊടുക്കാനുള്ളത്. നമ്മളിവിടെ ഔട്ടിൽ ഇതുപോലുള്ള ഒരു 12 വോൾട്ടിന്റെ ബൾബാണിത്. അപ്പോൾ ഈ 12 വോൾട്ട് ബൾബ് സാധാരണ 2 വാട്ടിന്റെ ഒരു ബൾബാണ്. സ്കൂട്ടറിൻ്റെയൊക്കെ പുറകുവശത്ത് പിടിപ്പിച്ചിരിക്കുന്ന പാർക്കിംഗ് ലൈറ്റ് എന്ന് പറയുന്ന 2 പോയിന്റുള്ള ഒരു ലൈറ്റാണിത്. അപ്പോൾ അതിൽ ഒരു പോയിന്റ് നിങ്ങൾ എടുത്താൽ മതിയാവും. ഇതിൻ്റെ ഒരു കണക്ഷൻ നേരെ NOയിൽ കണക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളിത് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 2 വോൾട്ടിൻ്റെ 7H ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബാറ്ററിയുടെ പോസിറ്റീവ് വയർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സർക്യൂട്ടിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്തു. അതുപോലെ നെഗറ്റീവ് ഈ ബൾബിൽ നിന്ന് വരുന്ന അടുത്ത പോയിന്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ അടുത്ത പോയിന്റിൽ കൊടുത്തു. ഇനിയിപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ പവർ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ ഫ്ലാഷ് യൂണിറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൽ LED കൂടി കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ LED വയർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ LED ആണ് ഈ വന്നിരിക്കുന്നതിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് നമ്മൾ കോമൺ ആയിട്ട് ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവിലോട്ട് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ഈ ബൾബിലോട്ട് പോകുന്ന ഈ NOയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ സർക്യൂട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫ്ലാഷ് യൂണിറ്റ് അടിക്കുന്നതനുസരിച്ച് ഈ ബൾബും വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു LED സെക്ഷൻ, നമ്മളിതിൽ എത്ര LED ആണ് കൊടുക്കുന്നത് ആ LED എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ LED വർക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു 12 വോൾട്ടിൻ്റെ ബൾബിൻ്റെ ആവശ്യമുണ്ട്. അതാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബൾബ് നിങ്ങൾക്ക് കണക്ഷൻ എടുത്തിട്ട് ഇതേപോലെ ചെറിയ സ്റ്റാറുകൾ ഇട്ടിട്ട് അതിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. നമുക്കിതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഓട്ടോമാറ്റിക് LED ഫ്ലാഷ് ലൈറ്റ് സർക്യൂട്ട്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഈ ബോക്സിനുള്ളിൽ കാണിച്ചിരിക്കുന്നത് റിലേ ആണ്. അപ്പോൾ റിലേയുടെ ഒരു പിക്ചർ തന്നെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ റിലേയിൽ രണ്ടറ്റത്ത് കാണുന്ന കോയിലും സെൻറ്ററിൽ കോമണിന് C എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്ത് കാണുന്നത് NC ആണ്, ഇപ്പുറത്ത് NC നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് വിടുകയാണ്. ഇനി നമ്മളിവിടെ ഈ ചുവപ്പ് തടിയുള്ള ഒരു ലൈനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് കോമണിൽ നിന്ന് കോയിലിൻ്റെ ഒരറ്റത്തോട്ടും അവിടെ നിന്ന് നേരെ പുറത്തോട്ടും. അപ്പോൾ ഈ ഭാഗം ഇത്തിരി കട്ടിയുള്ള ഒരു കമ്പിയാണ് ഇടേണ്ടത്. ഇത് രണ്ടും കൂടി പാരൽ ചെയ്തിട്ട് നേരെ വെളിയിൽ വന്നിരിക്കുകയാണ്. അതാണ് നമ്മളുടെ 12 വോൾട്ട് പോസിറ്റീവ് ലൈൻ. അതിൽ നിന്നാണ് 4700 mF 25 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഇട്ടിരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ്, അടുത്ത നെഗറ്റീവ് വരുന്നത് 10K പ്രീസെറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ വലതുവശത്താണ് വന്നിരിക്കുന്നത്, അതായത് മൂന്നാമത്തെ പിന്നിൽ. ഇനി അടുത്തത് കോമണിൽ നിന്നും ഒരു കപ്പാസിറ്റർ എടുത്തിട്ട് 1000 mF 25 വോൾട്ടിൻ്റെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്ത് നെഗറ്റീവ് നേരെ 10K പ്രീസെറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ സെൻറ്ററിലാണ് കണക്ട് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ ഒന്നാമത്തെ പിന്നെ ഫ്രീ ആയിട്ട് വിടുകയാണ്. ആ ഒരു ലൈനിൽ നിന്ന് തന്നെ നേരെ എടുത്ത് കോയിലിൻ്റെ രണ്ടാമത്തെ പോയിന്റിൽ കൊടുത്തിരിക്കുകയാണ്. ആ കൊടുത്തിരിക്കുന്ന ഭാഗത്താണ് 150 ഓം 2 വാട്ടിൻ്റെ റെസിസ്റ്റർ എടുത്തിട്ട് NOയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ NOയിൽ കൊടുത്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഔട്ട്. ആ NOയിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്നും
ഒരു 12 വോൾട്ട് ബൾബ് കണക്ട് ചെയ്തു. ആ 12 വോൾട്ട് ബൾബിൻ്റെ അടുത്ത കണക്ഷൻ 12 വോൾട്ട് നെഗറ്റീവിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ബൾബിൽ നിന്ന് തന്നെയാണ് LED-യിലോട്ടുള്ള കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ LED പാരലായാലും സീരിയലായാലും ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുക്കുക. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് LED-യുടെ നെഗറ്റീവ് ഇവിടെ വരുന്ന നെഗറ്റീവിലും പോസിറ്റീവ് ഈ NOയിലുമാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ റിലേ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് റിലേ 20 ആംപിയർ 28 വോൾട്ട് DC, 10 ആംപിയർ 220 വോൾട്ട് DC, 12 വോൾട്ട് 5 വാട്ട് ബൾബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ സർക്യൂട്ടാണിത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായിരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു.